ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 പപ്പടം എടുത്തിട്ട് ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. കുതിർന്നതിന് ശേഷമാണ് നമ്മളിത് അരിയുടെ കൂടെ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള 1 കപ്പ് പച്ചരിയാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് കഴുകിയതിന് ശേഷം ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പച്ചരി പറഞ്ഞാൽ 250 ഗ്രാമിൻ്റെ കപ്പിനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിലേക്ക് 2 പപ്പടം എന്നുള്ള അളവിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പപ്പടം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 250 ഗ്രാം ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയതിന് ശേഷം അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ഏലക്കയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് ശർക്കര പാനി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. ശർക്കര മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പിന് പകരം മൈദ വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ കട്ടിയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈ ഒരു ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറോളം ഒന്ന് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. 1 മണിക്കൂർ 1.5 മണിക്കൂർ വെച്ചാൽ തന്നെ നമുക്ക് നല്ല പോലെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വെക്കാം. രാവിലെയൊക്കെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരം വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കുക. ഇല്ല സമയം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും 1 മണിക്കൂറെങ്കിലും നിങ്ങൾ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ആ ഒരു ഇത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മളൊരു മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് തുറന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ചിലരിതിൽ ജീരകവും അതുപോലെ എള്ളും ഒക്കെ ചേർക്കാറുണ്ട്. ഞാനിവിടെ കുറച്ച് തേങ്ങ കഷ്ണങ്ങളാക്കിയതും അതുപോലെ ചെറിയ ജീരകവും കൂടെയാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ കൂടെ കരിഞ്ജീരകം അല്ലെങ്കിൽ എള്ള് അതൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. ഞാനിവിടെ ചെറിയ ജീരകവും തേങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നല്ല പോലെ 2 പുറം ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നതേ രീതിയിൽ തന്നെയാണ്. ചെറുതോ വലുതോ എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. 2 ഭാഗം നല്ല പോലെ ആയതിനു ശേഷം നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് മൈദ വേണേലും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല നെയ്യപ്പാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും.